So today I'm going to teach. Yeah, good morning everyone. Today we are going to study about the refrigeration air conditioning class number 19. And today what we are going to study is topics. One is example, two examples I will teach you here, 5.1 and 5.2. And then we will study about the reverse Carnot cycle with the VCR. Okay. So first one, the problem, example 5.1 actually. So I'll read the example. A Carnot refrigerator has working temperature of minus 15 degrees centigrade and 40 degrees centigrade. If it operates with a F12 and as it is working substance, then calculate A, the work of isentropic compression and expansion, and B, refrigerating effect and heat rejected per kilogram of the refrigerant, and C, coefficient of performance of the cycle. So just like this, a problem ഒരു വരികയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട what will be the temperatures എന്താ തന്നിട്ടുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. First, it is given as a Carnot refrigerator. Okay, it is given as a Carnot refrigerator. Then the second thing, the temperature range, that is minus 15 degrees centigrade and 40 degrees centigrade. And the third one, the what is the refrigerant they are used. First one is F12 actually. Okay, F12 means it is a Freon 12. Freon 12 refrigeration ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. So VCRSന്റെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിൻലി യു ഹാവ് ടു ടേക്ക് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ ഒരു ഡാറ്റ ബുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, യു ഹാവ് എ ഡാറ്റ ബുക്ക്. ആ ഡാറ്റ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിന്റെ കോദണ്ഡരാമൻ ഐ തിങ്ക് ഇറ്റ് ഇസ് എ ബെസ്റ്റ് വൺ. ഓക്കെ, കോദണ്ഡരാമന്റെ ഡാറ്റ ബുക്കാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ആ ബുക്കിൽ കുറെ കാര്യങ്ങളുണ്ടാവും. ഒന്നാമത്തത്, അതിലൊരു ചാർട്ട് ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ റേഞ്ചിന്റെ ചാർട്ട് ഉണ്ടായിരിക്കും ആക്ച്വലി. ഓക്കെ, അതായത് ടെമ്പറേച്ചർ, എൻതാൽപ്പി, എൻട്രോപ്പി പറഞ്ഞുള്ള ഒരു ചാർട്ട് ഉണ്ടാവും. അതായത് പ്രഷറും അതുപോലെ തന്നെ ടെമ്പറേച്ചറും ഒരു കോളം പോലെ ഉണ്ടാവുക. ഓക്കെ, അതിൽ ആ ടേബിൾസിൽ ഒന്നാമത്തെ ടേബിളിൽ ഈ പറഞ്ഞ മാതിരി ഓരോ റെഫ്രിജറന്റിന്റെയും ഒരു നിശ്ചിത റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു കോളത്തിൽ. ആ ഒരു നിങ്ങളൊരു ബുക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് കാണാം, ആദ്യത്തെ കുറച്ച് പേജിൽ കുറച്ച് ഫോർമുലാസ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ബുക്കിൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഓക്കെ, ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിന്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ റെഫ്രിജറന്റിന്റെയും സെപ്പറേറ്റ് ടേബിൾസ്, അതായത് സെപ്പറേറ്റ് ടേബിൾസ് അതിലുണ്ടായിരിക്കും. Freon 12, അതുപോലെ തന്നെ R22, അതുപോലെ തന്നെ R14, R33, അങ്ങനെ ഓരോ റെഫ്രിജറന്റിന്റെയും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടേബിൾസ് നിങ്ങൾക്ക് അതിൽ കാണാം. ഓക്കെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ ബുക്ക് ഉണ്ടായിരിക്കും. കോദണ്ഡരാമനാണ് യൂസ് ചെയ്യേണ്ടത്. ആ ബുക്കിൽ ഈ പറഞ്ഞമാതിരി നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഏകദേശം പറഞ്ഞ ഒരു മിഡ് പോയിന്റ് മുതൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഈ റെഫ്രിജറന്റ് ടേബിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഓരോ റെഫ്രിജറന്റിന്റെയും ടെമ്പറേച്ചറിന്റെയും അതുപോലെ തന്നെ പ്രഷറും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ഉണ്ടാവും. ആ ടേബിളിൽ കൊടുത്തിരിക്കുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് എൻതാൽപ്പിയും. നിങ്ങൾക്ക് ഈ ഒരു പവർ പോയിന്റിൽ കാണാം, എൻതാൽപ്പി ഒരു ടേബിളിലൂടെ കാണാം. ആ ടേബിൾ പോലെ തന്നെ അതിൽ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പിന്റെ ഒരു ടേബിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൂടാതെ അതിൽ കുറച്ച് ചാർട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് TS ഡയഗ്രത്തിന്റെയും അതുപോലെ തന്നെ PHന്റെയും ചാർട്ടുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അത് സെപ്പറേറ്റ് ചാർട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓരോ ഈച്ച് ആൻഡ് റെഫ്രിജറന്റിലെയും ചാർട്ടുകൾ ഉണ്ടാവും. സപ്പോസ് നിങ്ങൾക്കൊരു പ്രോബ്ലം തരുമ്പോൾ സ്പെസിഫൈ ആയിട്ട് പറയും യൂസിങ് ദ ചാർട്ട്, അതായത് PH ചാർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ തരും. ചില സമയത്ത് അങ്ങനെ PH ചാർട്ടോ അല്ലെങ്കിൽ TS ഡയഗ്രാം ഉപയോഗിച്ച് ചെയ്യാനല്ല പറയുക, ജസ്റ്റ് എന്താ പറയാ, ഇത് ഈ പ്രോബ്ലം ഫിനിഷ് ചെയ്യും ആസ് പെർ ലൈക്ക് ദിസ് ആക്ച്വലി. ഓക്കെ, ഇതുപോലെ തന്നെ സെയിം ലൈക്ക് ദിസ് പ്രോബ്ലം വരികയാണെങ്കിൽ നിങ്ങൾ തിയററ്റിക്കൽ ആയിട്ട് നിങ്ങൾ പ്രോബ്ലം ചെയ്യണം. അതായത് നിങ്ങൾ ഓരോ ഫോർമുലാസ് റൈറ്റ് ചെയ്തിട്ട് ആ ഫോർമുലാസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷേ സപ്പോസ് നിങ്ങളോട് പറയും there will be chart by using a pH chart, this is the temperature range അല്ലെങ്കിൽ പ്രഷർ റേഞ്ച്. മോസ്റ്റ് കോമൺലി പ്രഷർ റേഞ്ച് ആണ് തരുന്നതെന്ന് വിചാരിക്കുക. അതായത് ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ തന്നിരിക്കുന്ന minus 15 and 40 degree centigrade temperature range ആണ് you will provided, but sometimes they may be given as a pressure range actually. Then pressure range ആണ് തന്നിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് മെയിൻലി ചാർട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഈ Freon 12ഉം NH33ന്റെയും അതുപോലെ തന്നെ എല്ലാത്തിന്റെയും ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാം. ഇപ്പൊ ഇതേ പ്രോബ്ലം തന്നെ നിങ്ങൾക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഈ ടെമ്പറേച്ചർ റേഞ്ച് അല്ലേ minus 15 degree and 40 degree, അതിന്റെ സെയിം എക്സാക്ട്ലി പ്രഷർ റേഞ്ച് എന്താന്നുള്ളത്, അതായത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ടേബിളിൽ കാണാൻ സാധിക്കും.
ആ പ്രഷർ വാല്യൂ നിങ്ങൾ എന്ത് ചെയ്യണം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചാർട്ടിൽ ആ പ്രഷർ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് pH വരച്ചെടുക്കാൻ പറ്റും, pH ചാർട്ട് വരച്ചെടുക്കാൻ പറ്റും. സോ ആഫ്റ്റർ ദീസ് ടു പ്രോബ്ലംസ് നമ്മൾ വി വിൽ ഗോ ടു ദ ഡിഫറൻസ് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ, അതായത് VCR അതുപോലെ തന്നെ ഈ പറഞ്ഞ കാർനോട്ട് റെഫ്രിജറന്റിന്റെയും കാർനോട്ട് സൈക്കിളിന്റെയും ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഡിഫറൻസ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് വി വിൽ ഡീൽ വിത്ത് pH ചാർട്ട്. pH ചാർട്ട് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളത്, pH ചാർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒരു തിയറി പറഞ്ഞുതരും. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ രണ്ട് പ്രോബ്ലംസ് വി വിൽ ഡീൽ. ഓക്കെ, സോ ടുഡേസ് ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിതൗട്ട് യൂസിങ് എ pH ചാർട്ട് how to do a problem actually. Okay, so the first one here you can see first A എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നത് the work of its isentropic compression and expansion. So നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ട് ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ട്, -15° and 40°. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ റേഞ്ച് വെച്ച് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും what is evaporated temperature. So evaporated temperature is -15° and the condenser temperature എന്ന് പറയുന്നത് ആക്ച്വലി 40°യിലേക്ക് പോകുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഇവോപ്പറേഷൻ ആൻഡ് കണ്ടൻസേഷൻ ടെമ്പറേച്ചർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, ഒന്ന് -15°, ഒന്ന് 40° ആക്ച്വലി. സോ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളൊരു പ്രോബ്ലം തരുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ആ ഡാറ്റ ബുക്കിലെ ഫ്രിയോൺ 12ന്റെ ടേബിൾ എടുക്കുക. ഓക്കെ, ഫ്രിയോൺ 12ന്റെ ടേബിൾ നിങ്ങൾ എടുത്തതിന് ശേഷം അതിലുള്ള ആ ടെമ്പറേച്ചർ റേഞ്ചിൽ ഉണ്ടാവുന്ന എൻതാൽപ്പിന്റെയും എൻട്രോപ്പിന്റെയും വാല്യൂസ് ഇതുപോലെ ഒരു ചാർട്ട് പോലെ, അതായത് ഒരു ടേബിൾ പോലെ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ വരച്ച അല്ലെങ്കിൽ ആൻസർ ഷീറ്റിൽ വരച്ചതിന് ശേഷം നിങ്ങൾ അതിന്റെ ലിക്വിഡ് ആൻഡ് വേപ്പർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഒരു ചാർട്ട് വരച്ചതിന് ശേഷം, ഒരു ടേബിൾ വരച്ചതിന് ശേഷം ആ വാല്യൂസ് ഇതുപോലെ തന്നെ എഴുതി ഉണ്ടാക്കണം. ഓക്കെ, സോ ദേ ഇൻ ദ ക്വസ്റ്റ്യൻ, അതായത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ദേ വോണ്ട് പ്രൊവൈഡ് ലൈക്ക് ദിസ് ആക്ച്വലി. ഓക്കെ, ഈ ഒരു ടേബിൾ അവർ പ്രൊവൈഡ് ചെയ്യില്ല. they just provided this ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഈ ABC എന്ന് പറയുന്ന ഈ ഒരു വാല്യൂസും അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻസുകളും മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഈ ഒരു ടേബിൾ യു ഹാവ് ടു മേക്ക് ഇറ്റ് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിയോൺ 12 ടേബിൾ എടുക്കുക. ആ ഫ്രിയോൺ 12 ടേബിളിൽ നിന്ന് നമ്മൾ ടെമ്പറേച്ചർ റേഞ്ച് കണ്ടുപിടിച്ചു. ആ ടെമ്പറേച്ചർ റേഞ്ചിന്റെ എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി. നൗ വാട്ട് ഈസ് ഇൻ ദിസ് ടേബിൾ എന്തൊക്കെ കൊടുത്തിരിക്കുന്നത്? ലിക്വിഡ് ആൻഡ് വേപ്പർ. അതായത് നമ്മളുടെ ഫ്രിയോൺ 12 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ലിക്വിഡ് ആവുന്ന സമയത്ത് in the liquid stage at -15° ടെമ്പറേച്ചറിൽ the enthalpy value is this one actually. അതുപോലെ തന്നെ the freon 12 പൂർണ്ണമായിട്ടും വേപ്പർ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത്, അതായത് -15° ആണ്, പക്ഷെ അതിന് വേപ്പർ സ്റ്റേജിലേക്ക് ആവുന്ന സമയത്ത് ഉണ്ടാവുന്ന എൻതാൽപ്പി വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ 40° ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന ലിക്വിഡ് സ്റ്റേജിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിലുണ്ടാവുന്ന എൻതാൽപ്പി വാല്യൂം, അതുപോലെ തന്നെ 40°യിൽ അതിന്റെ വേപ്പർ സ്റ്റേജിൽ ഉണ്ടാവുന്ന അതിന്റെ എൻതാൽപ്പി വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത് ആക്ച്വലി. ഓക്കെ, എൻതാൽപ്പി വാല്യൂ. അതുപോലെ തന്നെ എൻട്രോപ്പി വാല്യൂയും കറസ്പോണ്ടിങ് ലിക്വിഡ് സ്റ്റേജിലും അതുപോലെ തന്നെ വേപ്പർ സ്റ്റേജിലും ഉണ്ടാവുന്ന വാല്യൂസ് ആണ് ഈ വാല്യൂസ്. അപ്പൊ ഈ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ് ആക്ച്വലി? നിങ്ങൾക്ക് ആ ഒരു ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അതായത് ഫ്രിയോൺ 12, അതായത് ഡാറ്റ ബുക്കിലെ ഫ്രിയോൺ 12ന്റെ ടേബിൾ എടുക്കുക. ആ ടേബിളിൽ നിന്ന് നിങ്ങൾ ഈ ഒരു എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി, ഈ എൻതാൽപ്പി എൻട്രോപ്പി മാത്രമല്ല ഉണ്ടാവുക, അതിനുള്ളിൽ കുറെ വേറെ ടേബിൾസ് ഉണ്ടായിരിക്കും, ലൈക്ക് സ്പെസിഫിക് വോളിയം, അങ്ങനെ കുറെ കാര്യങ്ങൾ അതിൽ കൊടുക്കും. ഓക്കെ, അതിൽ നിന്ന് എൻതാൽപ്പി ആൻഡ് എൻട്രോപ്പി വാല്യൂസ് മാത്രമായിട്ട് നിങ്ങൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതുപോലത്തെ ഒരു ടേബിൾ ഉണ്ടാക്കി വെക്കാം. നൗ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രോപ്പി വാല്യൂസ്, അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഈ എൻട്രോപ്പി വാല്യൂസ് ഞാൻ മാറ്റി എഴുതിയിരിക്കുകയാണ്. അതായത് എങ്ങനെയാണ് ഈ എൻട്രോപ്പി വാല്യൂസ് S2, S3, S5, S6 എന്തൊക്കെയാണ് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകണം. യെസ്, ഈ ഒരു നമ്മൾ TS ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, സോ ദിസ് ഈസ് യൂസ്ഡ് ആസ് എ കാർനോട്ട് സൈക്കിൾ ആക്ച്വലി. സോ കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് സ്ക്വയർ സൈക്കിൾ ആക്ച്വലി. ഓക്കെ, TS ഡയഗ്രാം എന്ന് പറയുന്ന ഒരു സ്ക്വയർ ആയിരിക്കും, നമുക്കറിയാം. ഓക്കെ, സോ വാട്ട് വി ഡു ഈസ് വി ഡ്രോ എ TS ഡയഗ്രാം ആക്ച്വലി. അതുപോലെ തന്നെ ഒരു ഡോം വരയ്ക്കുക. ഈ ഒരു ഡോം എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത്, ദിസ് ലൈൻ റെപ്രസെന്റ്സ്, ഈ ലൈൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ദ ലിക്വിഡ് ലൈൻ ആക്ച്വലി. ഓക്കെ, അതുപോലെ തന്നെ ദിസ് ലൈൻ റെപ്രസെന്റ്സ് ദ ഗ്യാസസ് ലൈൻ ആക്ച്വലി. ഓക്കെ, അതല്ലെങ്കിൽ വേപ്പർ ആയിട്ട് വരുന്ന സമയത്ത് ലൈക്ക് ഗ്യാസസ് സൈഡിൽ, അതായത് ഈ ലൈനിന്റെ ഈ സൈഡിൽ മുഴുവൻ വരുന്നത് കംപ്ലീറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് വേപ്പർ സ്റ്റേജ് ആയിരിക്കും, അതായത് ഗ്യാസ് സ്റ്റേജിലായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് വരുന്ന കംപ്ലീറ്റ് ലിക്വിഡ് സ്റ്റേജ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ അകത്തേക്ക് വരുന്ന ഈ ഒരു പാർട്ട്, അതായത് ഇൻ ബിറ്റ്വീൻ ദീസ് പാർട്ട് ആക്ച്വലി, ദീസ് രണ്ടിന്റെ ലൈനിന്റെ ഇടയിൽ ലിക്വിഡ് പ്ലസ് വേപ്പർ എന്നുള്ള സ്റ്റേജിലായിരിക്കും നമ്മൾ റെഫ്രിജറന്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഹിയർ ആക്ച്വലി ലിക്വിഡ് പ്ലസ് വേപ്പർ ആക്ച്വലി എന്നുള്ള ഒരു സ്റ്റേജിലായിരിക്കും ഉണ്ടാവുക. ഇതിന്റെ പുറത്ത് ഇത് പൂർണ്ണമായിട്ടും വേപ്പറും, ഇതിന്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റും അത് ലിക്വിഡ് എന്നുള്ള സ്റ്റേജിലായിരിക്കും. So this line represents the liquid line, this line represents the vapor line, and in between here it is a mixture of a vapor and a liquid actually. Okay, right. So this is the TS diagram actually. ഇനി നമ്മൾ ഇതിന്റെ സ്റ്റേറ്റ് പോയിന്റ്സുകൾ ആദ്യം വരയ്ക്കണം. So
ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ TS ഡയഗ്രാം എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലി -15 ഡിഗ്രി ആദ്യം എടുക്കുക. ഇവിടെ ഒരു നമ്മൾ ഈ ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ആണ്. സോ ടെമ്പറേച്ചർ ആദ്യം നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് -15 ഡിഗ്രി അതുപോലെ തന്നെ 40 ഡിഗ്രി. ഓക്കെ, അതിന് രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് നിങ്ങൾ ആദ്യം വരയ്ക്കാം. ആൻഡ് അതുപോലെ തന്നെ -15 ഡിഗ്രി. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രോപ്പി വാല്യൂ ആണ്. സോ എൻട്രോപ്പി വാല്യൂസ് നമുക്ക് നമ്മൾ ആ ചാർട്ടിൽ കിട്ടും. അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ ടേബിളിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ് എൻട്രോപ്പി വാല്യൂസ് അറ്റ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ലൈൻസ് നിങ്ങൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് പോയിന്റ് 1ഉം സ്റ്റേറ്റ് പോയിന്റ് 2ഉം 3ഉം 4ഉം നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്യാസസ് ആയിട്ടുള്ളത്, അതായത് ലിക്വിഡ് ആയിട്ടുള്ള സമയത്തും അതുപോലെ തന്നെ ഗ്യാസസ് ആയിട്ടുള്ള സമയത്തും ഉണ്ടാവുന്ന അതിന്റെ ടെമ്പറേച്ചർ റേഞ്ചിൽ ഉണ്ടാവുന്ന അതിന്റെ എൻട്രോപ്പീസ് നമുക്കറിയാം. എങ്ങനെയാണ് നമുക്കറിയുന്നത്? യെസ്, അതായത് നമ്മൾ ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട് എൻട്രോപ്പി വാല്യൂസ്. ഈ എൻട്രോപ്പി വാല്യൂസിൽ -15 ലിക്വിഡ് ലൈൻ എന്ന് പറയുന്നത് 0.9487. ഓക്കെ, അതുപോലെ തന്നെ വേപ്പർ എന്ന് പറയുന്നത് 1.5632. അപ്പൊ ഇതില് S2 എന്ന് പറയുന്നത് അതായത് വേപ്പർ ആയിട്ട് നിൽക്കുന്ന സമയം. അപ്പൊ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് വേപ്പർ ലൈൻ ആണ് ആക്ച്വലി. ഓക്കെ, സോ 1 2 3 4. അപ്പൊ 2 എന്ന് പറയുന്നത് ഈ ഒരു വേപ്പർ ലൈനിലാണ് നിൽക്കുന്നത്. വേപ്പർ ലൈനിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് 40 എന്ന് പറയുന്നത് വേപ്പർ ലൈനിൽ മീറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കംപ്ലീറ്റ്ലി വേപ്പർ ആയി മാറുകയാണ് ആക്ച്വലി. നമുക്കറിയാം ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വേപ്പർ എന്നുള്ള സ്റ്റേജിൽ നിന്ന് വന്ന് അത് കംപ്ലീറ്റ് നമ്മൾ കംപ്രസ് ചെയ്ത് വരുന്ന സമയത്ത് ഇവിടെ ഇനീഷ്യലി ഇവിടെ കംപ്ലീറ്റ് ഒരു വേപ്പർ സ്റ്റേജിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അവിടുന്ന് അതിനെ കണ്ടൻസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് പോകുന്നത് എവിടേക്കാണ്? ഇറ്റ് ബിക്കംസ് എ ലിക്വിഡ് ലൈൻ ആയി മാറും. ഓക്കെ, ഇറ്റ് കംപ്ലീറ്റ്ലി എ ലിക്വിഡ് ആയി മാറും. ആ ലിക്വിഡിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ തിരിച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ്പാൻഷൻ ഡിവൈസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 എന്ന് പറയുന്ന എക്സ്പാൻഷൻ സിലിണ്ടറിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4ലേക്ക് എത്തുന്നു. അപ്പൊ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടന്നു, അത് കഴിഞ്ഞ് 4ൽ എത്തുന്നു. 4ന്ന് വീണ്ടും അത് എന്ത് ചെയ്യും? ഇവോപ്പറേഷൻ നടന്ന് വീണ്ടും 1ലേക്ക് വരുന്നു. സോ ദിസ് ഇസ് എ സൈക്കിൾ ഫോർ ആക്ച്വലി ഇത് കാർനോട്ട് സൈക്കിൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, പക്ഷേ ഒറിജിനലി നമ്മുടെ ഒരു കാർനോട്ട് അല്ലാതെ നമ്മൾ വേറെ സൈക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് നമുക്ക് പ്രാക്ടിക്കൽ വേയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതായിരിക്കില്ല ആക്ച്വലി TS ഡയഗ്രത്തിൽ വരുന്നത്. ഓക്കെ, എനിവേ, സോ ഇവിടെ നമ്മൾ S2 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം ഗ്യാസ് സ്റ്റേജിലാണ് 40 ഡിഗ്രി അല്ലെ, ഫുള്ളായിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റേജ്. സോ ഇൻ ദിസ് സ്റ്റേജ് നമുക്കുള്ള വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 1.540 എന്ന് പറഞ്ഞു കിട്ടിയിട്ടുണ്ട്, ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലിക്വിഡ് ആയിരുന്ന സമയത്ത് S3 എന്നുള്ള വാല്യൂ നമുക്ക് ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഈ 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6ഉം അതുപോലെ തന്നെ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 5ഉം നമുക്ക് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ -15 കേസിൽ ഈ 5 S5 എന്ന് പറയുന്ന വാല്യൂ, അതായത് -15 കേസിൽ നമുക്ക് എൻട്രോപ്പി വാല്യൂ S5ന്റെ വാല്യൂ നമുക്കറിയാം 1.56. സോ ഓൾ ദീസ് വാല്യൂ യു ഗോട്ട് ഫ്രം ദ ടേബിൾ ആക്ച്വലി. ഈ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ആ ടേബിളിൽ നിന്നാണ് കിട്ടുന്നത്. -15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതായത് ഇവിടെ പറയുകയാണെങ്കിൽ this is a fluid line actually. So in this fluid line SF value അതായത് S3F അതുപോലെ തന്നെ S6F അതുപോലെ തന്നെ S2G S5G. ഓക്കെ, ഇത് വേപ്പർ ലൈൻ. സോ G എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഗ്യാസസും SF എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നത് ലിക്വിഡും ആണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും SF എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്ത് കണ്ടില്ലേ, SF1 ആക്ച്വലി. സോ ഇവിടെ നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദ ഫസ്റ്റ് തിങ് ഈസ് വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദി എൻതാൽപി വാല്യൂസ്, അതായത് H1 H2 H3 H4. ഈ 4 വാല്യൂസ് ആണ് ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, സോ H1 H2 H3 and H4, these values we have to find out. For finding these, what we need is to find the liquid actually. So നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നിങ്ങൾക്ക് H1ന്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല, അതുപോലെ തന്നെ H4ന്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. ബട്ട് H2 ആൻഡ് H3 എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും ആക്ച്വലി. ഓക്കെ, H2 ആൻഡ് H3 എന്ന് പറയുന്ന വാല്യൂ എൻതാൽപി വാല്യൂസ് കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാം. H2 ആൻഡ് H3 എന്ന് പറയുന്ന വാല്യൂ ആണ് ഈ ലിക്വിഡ് ലൈനിലും വേപ്പർ ലൈനിലും നിങ്ങൾ കാണാം. -15 ഈസ് 186.28, അതായത് ലിക്വിഡ് -15ന്റെ കേസിൽ. സോ ഇവിടെയാണ് -15ന്റെ കേസ്. 14ന്റെ കേസിലുള്ള H2 എന്ന് പറയുന്നതും H3 എന്ന് പറയുന്നത് നമുക്കിവിടെ ഈ 2 പോയിന്റ് തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ 1ന്റെയും 4ന്റെയും കേസ് വി വോണ്ട് ഗെറ്റ് ഇറ്റ് ആക്ച്വലി. ഓക്കെ, H1ന്റെ കേസാണ് ഞാൻ പറയുന്നത്. എൻതാൽപി വാല്യൂസ് ഓഫ് ദി 1 and 4 വി വോണ്ട് ഗെറ്റ് ഇറ്റ് ഫ്രം ഡയറക്ട്ലി ആക്ച്വലി. ബട്ട് H2 and H3 വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡയറക്ട്ലി ഫ്രം ദ ടേബിൾ ആക്ച്വലി. ഓക്കെ, അതായത് ആ വാല്യൂ ആണ് ആക്ച്വലി ഈ ഒരു വാല്യൂ 344. അതായത് ഇവിടെ വരുന്ന നിങ്ങൾക്ക് ഈ ഡയഗ്രാം കാണാൻ പറ്റും. H2 എന്ന് പറയുന്ന വാല്യൂ, അതായത് ദിസ് ഇസ് എ ഗ്യാസസ്, HG ഗ്യാസസിന്റെ വാല്യൂ എടുത്താൽ മതി. HG ഗ്യാസ് എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നതാണ് ഈ വാല്യൂ. ഓക്കെ, 14 ഗ്യാസ് വാല്യൂ. ഓക്കെ, 367. ഓക്കെ, H, yes.
ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ H1ഉം H4ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി വിൽ ഗോ ഫോർ ദി ഈ വാല്യൂസ്, അതായത് എൻട്രോപ്പി വാല്യൂസിന് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ എൻട്രോപ്പി വാല്യൂസ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് H1ഉം H4ഉം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി. ഓക്കെ, ഓൾ ദീസ് സ്റ്റേറ്റ് പോയിന്റ്സുകളുടെ വാല്യൂസ് നമ്മളെല്ലാം കണ്ടുപിടിക്കണം. H5ന്റെ വാല്യൂ നമുക്ക് അറിയാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ -15ന്റെ ഗ്യാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ H5 കിട്ടി. അതുപോലെ തന്നെ H6 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഗ്യാസസ് -15ന്റെ വാല്യൂ വെച്ചിട്ട് H6, അതായത് ഫ്ലൂയിഡിന്റെ ലൈനിൽ നോക്കിയാൽ മതി, HF എന്ന് പറഞ്ഞ വാല്യൂ. അതുപോലെ തന്നെ HG ആണ് ഈ വാല്യൂ. ഓക്കെ, 5G, 2G, 3F, 6F. സോ ഓൾ ദീസ് വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഓൺലി നമുക്ക് കിട്ടാത്ത വാല്യൂസ് പറഞ്ഞാൽ H1ഉം H4ഉം ആണ്. H1ഉം H4ഉം അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ആ ഫോർമുലാസ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി H1 ആൻഡ് H4. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എൻട്രോപ്പി എടുക്കുകയാണ്. സോ ഫോർ ഐസെൻട്രോപിക് പ്രോസസ് 1 to 2 എന്ന് പറയുന്നത് ഒരു ഐസെൻട്രോപിക് പ്രോസസ് ആണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതിന്റെ എൻട്രോപ്പി നിങ്ങൾക്ക് അറിയാം. ഇതാണ് എൻട്രോപ്പി ലൈൻ ആക്ച്വലി അല്ലെ. ഈ എൻട്രോപ്പി ലൈനിൽ H1ന്റെ S1ന്റെ അതേ വാല്യൂസ് തന്നെ ആയിരിക്കും S2 എന്ന് പറയുന്നത് അല്ലെ. S1 ഈക്വൽ ടു S2. ഓക്കെ, അപ്പൊ S1ന്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. അതായത് SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1. ഈ ഫോർമുല നിങ്ങൾ പണ്ട് തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു S1 എന്ന് പറയുന്നത്. S1 എന്ന് പറയുന്ന ഫോർമുല നമുക്ക് അറിയണമെങ്കിൽ ഇനി വൺ മോർ തിങ് ഈസ്, നിങ്ങൾ ഈ ഒരു ഫോർമുല ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഈ ഫോർമുലസ് ആ ഒരു ഡാറ്റാ ബുക്കിന്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫ്രണ്ടിൽ ഒരു 2-3 പേജ് നിങ്ങൾ പറിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല, ഒരു ഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഫോർമുല നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. സോ ഡോണ്ട് നീഡ് ടു എന്താ പറയുക തെറോ ആക്കി നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മനസ്സിലാക്കിയിരിക്കണം, അതായത് S1 എന്ന് പറയുന്നത് ആക്ച്വലി, അപ്പം S1 എന്ന് പറയുന്നത് ആക്ച്വലി വിച്ച് ഈസ് എ ഫ്ലൂയിഡ് ഓഫ്, ഇതിൽ വരുന്ന ഫ്ലൂയിഡ്, അതായത് S1ന്റെ ഈ ഒരു ഫ്ലൂയിഡ് പ്ലസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന, അതായത് ഇതിന്റെ ഡിഫറൻസ്, അതായത് ഈ ഒരു ഗ്യാസിൽ നിന്നും ഈ ഒരു ഫ്ലൂയിഡിൽ നിന്നും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ദ ഡ്രൈനസ് ഫ്രാക്ഷൻ. ആക്ച്വലി X1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ ഓഫ് ദിസ് പോയിന്റ്. ഓക്കെ, എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ സപ്പോസ് ഡ്രൈനസ് ഫ്രാക്ഷൻ ചിലപ്പോൾ ഒരു 90% ആയിരിക്കാം, അല്ലെങ്കിൽ 80% ആയിരിക്കാം. എത്രത്തോളം ഡ്രൈ ആണ് ഈ പോയിന്റിൽ എത്തുന്നത് എന്നുള്ളതാണ് ഡ്രൈനസ് ഫ്രാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഇപ്പൊ ഒരു ലിക്വിഡ് പ്ലസ് വേപ്പർ ആണ് നമ്മൾ ഈ ഒരു ഇതിന്റെ അകത്തുണ്ടാവുന്നത്, അതായത് ഈ ഒരു ഡൗമിന്റെ അകത്തുണ്ടാവുന്നത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പ്ലസ് വേപ്പർ റിലേഷൻ ആണ്. സോ ഹൗ മച്ച് ഇറ്റ് ഈസ് ഡ്രൈ, അതായത് എത്രത്തോളം അതിന്റെ അകത്ത് ഡ്രൈനസ് ഉണ്ട് എന്നുള്ളത് അറിയുന്നത് തന്നെയാണ് നമ്മൾ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡ്രൈനസ് ഫ്രാക്ഷൻ വിച്ച് ഇസ് റെപ്രസെന്റ് ഇൻ എക്സ് വാല്യൂ, X1 എന്ന് പറയുന്നത്. സോ ഈ പോയിന്റിലുള്ള ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ് X1 എന്ന് പറയുന്നത്. ഈ പോയിന്റിലുള്ള ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ് X4 എന്ന് പറയുന്നത്. X4. ഓക്കെ, സോ ഇതിന്റെ അകത്തുണ്ടാവുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡ്രൈനസ് ഫ്രാക്ഷൻ X1 എന്ന് പറയുന്നത് എത്രത്തോളം ഡ്രൈനസ് ഫ്രാക്ഷൻ X1 ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ്, ആ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്തിനു വേണ്ടിയാണെന്നുള്ളത് നമുക്ക് അടുത്ത PPT എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് X1 എന്ന് പറയുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുക. അതായത് SF1 പ്ലസ്, അതായത് ഈ ഒരു പോയിന്റിലുള്ള കാര്യം ഞാൻ പറയുന്നത് SF1 ഇവിടെ ഉണ്ടാവുന്ന പറയുന്നത് ഫ്ലൂയിഡ് പ്ലസ്, അതായത് ഈ ഫ്ലൂയിഡ് എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഈ പോയിന്റ് പ്ലസ് X1 ഇൻറ്റു ഈ ഇവിടെ ഉണ്ടാവുന്ന ഡ്രൈനസ് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ SG1. G1 എന്ന് പറയുന്നത് ഇതാണ് ഈ വാല്യൂ, SG1 മൈനസ് SF1. അപ്പൊ ഇത്രയും ക്വാണ്ടിറ്റി ആയി ഇൻറ്റു ഈ ഒരു വാല്യൂ, അതായത് ഡ്രൈനസ് ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് SF1, ഈ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ആ ഒരു എൻട്രോപ്പി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇവിടെ ഉണ്ടാവുന്ന ടോട്ടൽ എൻട്രോപ്പി എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് SF1 എന്ന് പറയുന്ന വാല്യൂ, S1 എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, ഇനി S1 വിച്ച് ഈസ് ഈക്വൽ ടു S2, അത് നമുക്കറിയാം. S1 എന്ന് പറയുന്നത് S2ന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ S2ന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ 40 ഡിഗ്രി ഗ്യാസിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് S2ന്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി X1 വാല്യൂ. X1 വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്, കാരണം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഇക്വേറ്റ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ SF1 പ്ലസ് X1 ഇൻറ്റു SG1 മൈനസ് SF1 വിച്ച് ഈസ് ഈക്വൽ ടു S2. ഓക്കെ, ഇനി നിങ്ങൾ അതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ, അതായത് S2 മൈനസ് SF1 ഡിവൈഡഡ് ബൈ ഈ SG1 മൈനസ് SF1 ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് X1 വാല്യൂ കിട്ടും. സോ S2 എന്ന് പറയുന്ന വാല്യൂ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എൻട്രോപ്പി തന്നിട്ടുണ്ട്, മൈനസ് SF1 എന്ന് പറയുന്നത് ഇതാണ്, ഈ വാല്യൂ ആണ് ഫ്ലൂയിഡ് ലൈനിലുള്ള, യെസ്, ഈ ഫ്ലൂയിഡ് ലൈനിൽ ഈ കാണുന്ന പോയിന്റ്, അതായത് 6 പോയിന്റ്, S6 തന്നെ പറയാം.
ഈ S6 പോയിന്റ്, സോ S2 മൈനസ് S6 ഡിവൈഡഡ് ബൈ S5 മൈനസ്, അതായത് ഇവിടെ SG1 എന്ന് പറയുന്നത് എന്താണ്, ഗ്യാസസ് പോയിന്റിലുള്ള ഈ പോയിന്റ്. സോ ദാറ്റ് ഈസ് SG1 മൈനസ് SF1. SF1 എന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി ഈ ഫ്ലൂയിഡ്. സോ ഇതിനെ നിങ്ങൾക്ക് ഈ ഒരു ടേം, അതായത് SG1 മൈനസ് SF1 എന്ന് പറയുന്ന ഈ ഒരു ടേമിന് നിങ്ങൾക്ക് SFG എന്ന് പറയാം. SFG എന്ന് പറയാം. ഓക്കെ, ഓക്കെ, SFG എന്ന് നിങ്ങൾക്ക് പറയാം. ഈ ഒരു, അതായത് ഇൻ ബിറ്റ്വീൻ, അതായത് SG മൈനസ് SF, അതാണ് SFG. അതാണ് ഈ പറഞ്ഞ SG1 മൈനസ് SF1 വിച്ച് ഈസ് S5 മൈനസ് S6, S5 മൈനസ് S6. now നിങ്ങൾക്ക് ഏകദേശം ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, X1 കിട്ടേണ്ട ഇത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഈ പോയിന്റുകൾ നമുക്ക് ആ ഒരു വാല്യൂസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതായത് ഓരോ വാല്യൂസും S2ന്റെ വാല്യൂ, S6ന്റെ വാല്യൂ, S5ന്റെ വാല്യൂ, S6ന്റെ വാല്യൂ. അതായത് S2ന്റെ വാല്യൂ നമുക്കറിയാം ഈ പോയിന്റിലുള്ളത്, S5ന്റെ വാല്യൂ നമുക്കറിയാം, S6ന്റെ വാല്യൂ നമുക്കറിയാം. അപ്പൊ ഈ 3 വാല്യൂസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് X1 കിട്ടുന്നു. അപ്പൊ X1 എന്ന് പറയുന്നത് 0.963, അതായത് 0.963% ഓഫ് ദി, എന്താ പറയുക, നമ്മളെ ഡ്രൈനസ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.963 ഓഫ് വാല്യൂ ആണ് ആക്ച്വലി. ഓക്കെ, അതായത് 96%, 96.3% ഓഫ് ഡ്രൈനസ് ആണ് ആക്ച്വലി അത് അവിടെ ഉള്ളത്. ആക്ച്വലി ഈ 1 എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോൾ അത് അത്രത്തോളം പെർസെന്റേജ് ഡ്രൈ ആയി മാറി ആക്ച്വലി. ഓക്കെ, അതായത് ഗ്യാസസ്, അതായത് ഇവോപ്പറേഷൻ കണ്ടെയ്ൻ ചെയ്തിട്ട്, ഇവോപ്പറേഷൻ നടന്നിട്ട് ആഫ്റ്റർ, അതായത് ഹീറ്റിനെ, അതായത് റൂമിന്, ഈ ഒരു റെഫ്രിജറേഷൻ നമ്മൾ റൂമിൽ വെക്കുകയാണെങ്കിൽ റൂമിൽ നിന്ന് ഹീറ്റിനെ എടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, നമ്മളുടെ റെഫ്രിജറന്റ്, ഇൻസൈഡിലുള്ള ഈ റെഫ്രിജറന്റ് 96.3%ഓളം അത് ഡ്രൈ ആയി മാറി. ഓക്കെ, അത്രയും പെർസെന്റേജോളം ഡ്രൈ ആയി മാറി. ഇനി അതിനെ നമ്മൾ എന്ത് ചെയ്യണം, കംപ്രസ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കംപ്രസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പൊ ബാക്കി ഉണ്ടാവുന്ന 3%ഓളം, 3.6%ഓളം വേപ്പേഴ്സ് ആയിരുന്നു അതിനകത്തുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ഡ്രൈനസ് ഫ്രാക്ഷൻ ഇൻ ദിസ് പോയിന്റ് ആക്ച്വലി. ഓക്കെ, നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ സിമിലർലി നമ്മൾ ഈ ഒരു കംപ്രസറിന്റെ കേസിൽ, കാരണം 4th പോയിന്റിന്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ ഉണ്ടാവുന്ന ഡ്രൈനസ് എത്രയാന്നുള്ളതും നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെയുള്ള നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതുപോലെ തന്നെ സിമിലർലി നമ്മൾ ഇതുപോലത്തെ ഉള്ളത്. സോ നമുക്കറിയാം S3 which is equal to S4, S3 is equal to S4. Now S4ന്റെ എൻട്രോപ്പി വാല്യൂ എന്താണ്, SF4 plus X4 into SG4 minus SF4. ഓക്കെ, SG4 minus SF4. സോ സിമിലർലി ഇത് തന്നെയാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് SG4 മൈനസ് SF4 എന്ന് പറയുന്ന വാല്യൂ സിമിലർലി ഇൻ ബിറ്റ്വീൻ ഈ വാല്യൂ തന്നെയാണ് വരുന്നത് ആക്ച്വലി. ഓക്കെ, സോ അത് നിങ്ങൾക്ക് കാണാം XF4 which is equal to, X4 is equal to S3 minus S4. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം S2 അല്ല കൊടുത്തിരിക്കുന്നത്, S3 ആണ്, സോറി, S3 മൈനസ് S4 SF4 ഡിവൈഡഡ് ബൈ SG4 മൈനസ് SF4. ഓക്കെ, S3 ഇവിടെ S3 ആണ് വരുന്നത്, ഇവിടെ S2 അല്ല, S3 ആണ് വരുന്നത്. S3 മൈനസ് SF4 ഡിവൈഡഡ് ബൈ SG4 മൈനസ് SF4. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി ഇതിൽ S3 എന്താന്ന് നിങ്ങൾക്ക് അറിയാം. S3 എന്ന് പറയുന്ന വാല്യൂ, ഇവിടെ ഉണ്ടാവുന്ന എൻട്രോപ്പി വാല്യൂ നമുക്ക് വി വിൽ ഗോട്ട് ഇറ്റ് ഫ്രം ദിസ് ടേബിൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, S3ന്റെ വാല്യൂ അതായത് ഈ വാല്യൂ ആണ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഫ്ലൂയിഡ് അറ്റ് 40 ഡിഗ്രിയിൽ ഉണ്ടാവുന്ന വാല്യൂ ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മൈനസ് S6ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം അല്ലെ, അതും നമുക്ക് ടേബിളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഈ വാല്യൂ ഡിവൈഡഡ് ബൈ ഇവിടെ വരുന്ന വാല്യൂ, അതായത് SG4 എന്ന് പറയുന്നത് S5 ആണ്, അതിന്റെ വാല്യൂ നമുക്കറിയാം, S5ന്റെ വാല്യൂ നമുക്കറിയാം, മൈനസ് S6, SF4 എന്ന് പറയുന്നത് എന്താണ് ഈ വാല്യൂ, SF ഫ്ലൂയിഡ് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് സെയിം സിമിലർലി S6 ആണ്. സോ ഫോർമുല റീറൈറ്റ് ചെയ്തു, S3 മൈനസ് S6 ഡിവൈഡ് ബൈ S5 മൈനസ് S6. ഓക്കെ, സോ ദ വാല്യൂ നമ്മൾ എടുത്തിട്ടു, അതിനുശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് X4ന്റെ വാല്യൂ 0.296, 0.296 which represents that 29.6 of dryness fraction ആണ്, 29.6 of dryness fraction. That means ഈ ഒരു സ്പോട്ടിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ലിക്വിഡ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ വേപ്പർ എന്ന് പറയുന്നത്, അതായത് ലിക്വിഡ് എന്ന് പറയുന്നത് ആക്ച്വലി 29.6% ആണ്. അതായത് ഇവിടെ വന്ന വേപ്പറിന്റെ സ്റ്റേജ് എന്ന് പറയുന്നത് 29.6% ഓഫ് എന്താ പറയുക, അത് യെസ് ലിക്വിഡ്, അതായത് ലിക്വിഡ് സ്റ്റേജ്, ബാക്കിയുള്ളത് അത്രയും, അതായത് 60%ഓളം 29 മൈനസ് ചെയ്ത് 100 29 മൈനസ് ചെയ്ത് ബാക്കി എത്രയുണ്ട്, അറൌണ്ട് 70% ലിക്വിഡ് ആണ്, ബാക്കി 29% ഓഫ് എന്താ പറയുക നമ്മുടെ ഗ്യാസ് സ്റ്റേജിലായിരുന്നു അത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇവോപ്പറേഷൻ ഹീറ്റ് വലിച്ചെടുത്തപ്പോൾ അത് കംപ്ലീറ്റ് ഉണ്ടായി 96%ഓളം ഗ്യാസസ് അല്ലെ വേപ്പർ സ്റ്റേജിലേക്കായി മാറി. അതാണ് X1 എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, ഇവിടെ എത്തിയപ്പോഴേക്കും. ഓക്കെ,
So I think hope ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ ഈ ഒരു സ്ലൈഡ് ആക്ച്വലി? Any doubt in this slide actually? Rahul Ramesh, any doubt in this slide? ഇല്ല സാർ. ക്ലിയർ ആണോ? ഈ ഒരു സ്ലൈഡ് ക്ലിയർ ആണോ? കുഴപ്പമില്ല, ഓക്കെ ആണ്. ഓക്കെ റൈറ്റ്. സോ നിങ്ങൾക്ക് ഓൺലി x1 ഈ ഇവിടുത്തെ x1ഉം അതുപോലെ തന്നെ x4ഉം കണ്ടുപിടിക്കണം. ഓക്കെ റൈറ്റ്. സോ ദിസ് ഇസ് ദ ഓൺലി തിങ് ഇൻ ദിസ് സ്ലൈഡ്. നൗ നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് കാണുന്നത് നമുക്ക് വേണ്ട എൻതാൽപി. സോ എൻതാൽപിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് H is equal to HF plus X into HFG. നേരത്തെ മാതിരി S is equal to SF plus X into SFG എന്ന് പറഞ്ഞ മാതിരി തന്നെ H is equal to HF plus X into HFG. സോ ഈ രണ്ട് ഫോർമുലയും നിങ്ങളുടെ ആ ഒരു ഡാറ്റ ബുക്കിലെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഡോണ്ട് വെറി അബൌട്ട് ദിസ് ഓൾ ദിസ് ഫോർമുല. നൗ നമുക്ക് ഓരോ സ്റ്റേറ്റ് പോയിന്റ് കാണാം. H1ന്റെ ഫോർമുല കാണണം എന്നുണ്ടെങ്കിൽ HF1 plus X into HFG. ഓക്കെ, H1 പ്ലസ് അതായത് HF plus X into HFG. H1ന്റെ കേസിൽ അപ്പൊ നിങ്ങൾക്ക് ആ ഡയഗ്രാം ഒന്നുകൂടെ നോക്കാം. H1 is equal to എന്താണ്? യെസ്, HF എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. HF പ്ലസ് ഈ HFG എന്ന് പറയുന്നത് എന്താണ്? ഈ ടോട്ടൽ ലൈൻ ആണ്. ടോട്ടൽ ലൈനിലുള്ള ഡിഫറൻസ്, അതായത് H5 മൈനസ് H6 അതാണ് ഈ ടോട്ടൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, HFG എന്ന് പറയുന്നത്, ഇൻടു X1. ഓക്കെ, X1. ഇപ്പം നിങ്ങൾക്ക് X1ന്റെ വാല്യൂ മനസ്സിലായല്ലോ. ഈ X എന്ന് പറയുന്നത് X1 ആണ് ഇവിടെ വരുന്നത്. ആ X1ന്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ X4ന്റെ വാല്യൂ ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ HF എന്ന് പറയുന്നത് 186.28 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആദ്യത്തെ ടേബിളിൽ കാണാം. 186.28 എൻതാൽപി വാല്യൂ. എൻതാൽപി വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ എൻതാൽപി വാല്യൂ 186.28 അതാണ് HFന്റെ വാല്യൂ. ഇതാണ് HGന്റെ വാല്യൂ. സോ HG മൈനസ് HF. ഓക്കെ, 344 മൈനസ് 186 അതാണ് നിങ്ങൾക്ക് ഇതിൽ കാണുന്നത്. ഇതാ 344 മൈനസ് 186. ഓക്കെ, HG മൈനസ് HF, അതുപോലെ തന്നെ HG മൈനസ് HF. സിമിലർലി ആകെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ആകെ ഇത് മാത്രമേ ഉള്ളൂ, X1ന്റെയും X4ന്റെയും വാല്യൂ. സോ യു ഗോട്ട് ഇറ്റ് H1 ആൻഡ് H4. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ഉണ്ട്? ഇവിടുത്തെ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടി. H1ന്റെ വാല്യൂ കിട്ടി, H2ന്റെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാം, ഗ്യാസസിന്റെ വാല്യൂ എടുത്ത് നോക്കി അറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ നമുക്കറിയാം, H3ന്റെ വാല്യൂ അറിയാം. അതുപോലെ തന്നെ ഇപ്പൊ H4ന്റെ വാല്യൂ അറിയാം. ഈ 4 വാല്യൂസ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, നൗ നമ്മളെ ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വർക്ക് ഓഫ് കംപ്രഷൻ? കംപ്രഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? 1നും 2നും ഇടയിലാണ് അല്ലെ. സോ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ 1 and 2. So that is the compression. So H2 minus H1 which gives the compression value, work of compression. അപ്പൊ H2ന്റെ വാല്യൂ നമുക്കറിയാം, H1ന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. So that is 367.15 minus 339.05 which is equal to 29.1 kilojoule per kilogram. So that is the work of compression. So യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കണം, കിലോജൂൾ പെർ കിലോഗ്രാം ആയിരിക്കണം. ഓക്കെ, യെസ്. സോ അടുത്തത് വർക്ക് ഓഫ് എക്സ്പാൻഷൻ. എക്സ്പാൻഷൻ എവിടെ വരുന്നത്? ആക്ച്വലി 4നും 3ക്കും ഇടയിൽ. സോ it is H3 minus H4. So that's equal to 238.53 minus 233. That's equal to 5.45 actually. So work of compression കിട്ടി, work of expansion കിട്ടി. Now refrigerating effect എവിടെയാണ് വരുന്നത്? ആക്ച്വലി ഈ ഡയഗ്രത്തിൽ 1നും 4നും ഇടയിൽ refrigerating effect. So that is equal to H1 minus H4 which is equal to 339.05 minus 233. So that's equal to 105.97 actually. Now heat rejected എവിടെയാണ് വരുന്നത്? ഹീറ്റ് റിജക്റ്റഡ്, ഫൈൻഡിങ് ഹീറ്റ് റിജക്റ്റഡ്. റിജക്റ്റഡ് എവിടെ വരുന്നത്? കണ്ടൻസേഷനിൽ. പുറത്തേക്ക് കളയുന്നത് നമ്മൾ എവിടെയാണ്? കണ്ടൻസേഷനിൽ. സോ 2ഉം 3ഉം H2 H3. സോ H3 minus H2 H2 minus H3. കാരണം ഹീറ്റ് എവിടെയാണ് എന്താൽപി കൂടുതൽ വാല്യൂ വരുന്നത് നോക്കണം. H2 minus H3 which is equal to ഈ വാല്യൂ that's equal to 128.62. സോ ഇത് ഹീറ്റ് റിജക്റ്റഡ് കിട്ടി. ഇനി നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പാൻഷൻ ഡിവൈസ് ആണ്, ത്രോട്ടിൽ വാൽവ് അല്ല, എക്സ്പാൻഷൻ ഡിവൈസ്. സോ ദാറ്റ് ഇസ് വൈ കംപ്രഷനിൽ നിന്ന് കിട്ടുന്ന വർക്ക് മൈനസ് എക്സ്പാൻഷൻ. കാരണം എക്സ്പാൻഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതായത് കംപ്രഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സ്പാൻഷനിൽ നിന്ന് കിട്ടുന്ന വർക്കിനെ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. സോ ദാറ്റ് ഇസ് വൈ വർക്ക് ഓഫ് കംപ്രഷൻ മൈനസ് വർക്ക് ഓഫ് എക്സ്പാൻഷൻ ആണ് നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ദാറ്റ് മീൻസ് ദ നെറ്റ് വർക്ക് ഡൺ വിച്ച് ഇസ് വി ആർ ഗോയിങ് ടു സപ്ലൈ ആക്ച്വലി. ഓക്കെ, റിയൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര വർക്കാണ് നമ്മൾ അതിലേക്ക് കൊടുക്കണം എന്നുള്ളത്. ബിക്കോസ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്
ലൈറ്റ് ആയിട്ടുള്ള എൻട്രി ഞാൻ അഡ്മിറ്റ് ചെയ്യില്ല ആക്ച്വലി. ഓക്കെ, സോ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ദ വർക്ക് ഓഫ് കംപ്രഷൻ മൈനസ് വർക്ക് ഓഫ് എക്സ്പാൻഷൻ ആണ്. ഓക്കെ, സോ വർക്ക് ഓഫ് കംപ്രഷൻ നമുക്ക് ഇവിടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, എത്രയാണ് 28.1, ആൻഡ് വർക്ക് ഓഫ് എക്സ്പാൻഷൻ നമുക്ക് കിട്ടിയത് എത്രയാണ് 5.45. സോ ദാറ്റ്സ് ഈക്വൽ ടു 22.65 ആക്ച്വലി. ഓക്കെ, so this is the value of net work done, and COP എന്ന് പറയുന്നത്, as you know the formula, general formula എന്താണ്, refrigerating effect divided by the net work done. Okay, refrigerating effect നമുക്ക് എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആക്ച്വലി, refrigerating effect എവിടെ പോയി, yes, the refrigerating effect N, that is equal to 105. So 105.97 we divided by work done, net work done എന്താണ്, that is 22.65, that's equal to 4.68 is the COP actually. So this is all about this problem. So I hope this you understand this slide. Okay, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. കിരൺ, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ഈ ഒരു സ്ലൈഡില്? കിരൺ? No sir. Okay, right. Now we are going to study similar problem like this actually, another problem. Okay, ഒരുപോലെ തന്നെ ഒരു സിമിലർ പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, so that we will deal. Okay, now the question is a Carnot refrigeration system which operates between the temperature limits of 35 degrees centigrade and minus 30 degree. Okay, I know the time is actually exceeding 12 o'clock ആയി അറിയാം, but no problem. Okay, yeah, so Carnot refrigeration system operates between the temperature limits of 35 degree and minus 30 degree. Okay, and it uses a refrigerant R12 actually. Okay, working fluid. Calculate on the work of compression. Work of compression formula. Then refrigerating effect formula. Refrigerating effect actually this evaporator. Compression 1 to 2 actually. Coefficient of performance refrigerating effect divided by compression. That is net work done actually. What will be the power consumption and heat rejected per ton of refrigeration if actual COP is 70% of the Carnot COP. So earlier question we will deal with the Carnot COP. Now Carnot COP ne നമ്മൾ 70% ആയിട്ട് multiply, that is multiplied with the 0.7, then we will get the actual COP. Okay, actual COP കിട്ടും. അപ്പം what will be the power consumption and heat rejected per ton of refrigeration? അപ്പൊ ആക്ച്വൽ COP വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ സമയത്ത് ഉണ്ടാവുന്ന പവർ കൺസപ്ഷനും അതുപോലെ തന്നെ ഹീറ്റ് റിജക്റ്റഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നൗ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൺസൾട്ട് ദ ടേബിൾ ഓഫ് ദി പ്രോപ്പർട്ടീസ് R12 ഫോർ ദ റിലവന്റ് പ്രോപ്പർട്ടി വാല്യൂസ്. സോ ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത്, അതായത് ടേബിൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് യൂഷ്വലി ദ ഫോർമുലാസ്, സിമിലർലി നമ്മൾ എൻട്രോപ്പി വെച്ചുള്ള ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്. സപ്പോസ് ഇതിന് പകരം ഇവിടെ കൊടുക്കും ദ വിൽ ബി യൂസ് ദി pH ചാർട്ട് കൊടുക്കുകയാണെങ്കിൽ വെരി സിമ്പിൾ ആണ്. pH ചാർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും സമയം നിങ്ങൾ എടുക്കില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പ്രോബ്ലം ചേർക്കാം. കാരണം ഈ തന്നിരിക്കുന്ന ടെമ്പറേച്ചർ നിങ്ങൾക്ക് പ്രഷറാക്കി കൺവേർട്ട് ചെയ്യാം. പ്രഷറാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ആ pH ചാർട്ടിൽ തന്നെ H1 H2 H3 H4 ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് കിട്ടും. ആ ചാർട്ടിന് ജസ്റ്റ് നോക്കാൻ വേണ്ടി നോക്കിയാൽ മാത്രം മതി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം ഹൗ യു എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, ലൈറ്റ് നൗ ഇവിടെ നമുക്ക് സിമിലർലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമുക്ക് വാല്യൂസ് ടേബിളിൽ നിന്ന് എടുക്കണം. ഓക്കെ, സോ ടേബിൾസ് നിന്ന് വാല്യൂസ് എടുക്കുന്നത് S2ന്റെ വാല്യൂ എടുക്കണം, S3ന്റെ വാല്യൂ, ദെൻ നമുക്ക് ഏതാണ് യെസ് S5ന്റെ വാല്യൂ ആൻഡ് S6ന്റെ വാല്യൂ. ഇത്രയാണ് നമ്മൾ ടേബിൾസ് നമുക്ക് കിട്ടുക ആക്ച്വലി. ഓക്കെ, ഇനി സിമിലർലി നമ്മൾ S1 ഈക്വൽ ടു S2 എന്ന് പറയുന്ന വാല്യൂസ് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്, X1 എന്ന് പറയുന്ന വാല്യൂവും X4 എന്ന് പറയുന്ന വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, S1 ന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് S1 is equal to XF1 plus X1 into Hg1 minus SF1 which is equal to S1 ആയിരുന്നു, പക്ഷെ S1 which is equal to S2 ആയതുകൊണ്ട് നമ്മളിവിടെ S2 എടുക്കണം. ഓക്കെ, S2. സോ S2 നമുക്ക് അറിയത്തുള്ളൂ, S1 നമുക്ക് അറിയത്തില്ല. സോ ദാറ്റ്സ് വൈ S1 is equal to S2, അതിൽ നമ്മൾ S1 കണ്ടുപിടിക്കണം. സോ S1 ന്റെ വാല്യൂ നമ്മളിവിടെ ഈ ഒരു ഫോമിൽ കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ട വാല്യൂ X1 ആണ്. സോ സിമിലർലി X1 ന്റെ വാല്യൂ നമ്മൾ യൂസ് ചെയ്യണം, ദാറ്റ് ഈസ് S2 minus SF1, അതായത് the S2 minus SF1 divided by Sg1 minus ഈ ഒരു ടേം നമ്മൾ അടിയിലേക്ക് കൊടുക്കണം, ഡിനോമിനേറ്റർ കൊടുക്കണം. സോ ദാറ്റ് ഇസ് X1. ഇനി S2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കൊടുക്കുക, S2 മൈനസ് ഈ ഫോർമുല റീറൈറ്റ് ചെയ്യാണ് SF1 ആക്ച്വലി. SF1 എന്ന് പറയുന്നത് ഈ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി, നൗ SF1 എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് 1ന്റെ കേസ്. 1ന്റെ ലൈൻ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് എന്താണ്, S6 ആണ്. സോ S6. അതുപോലെ തന്നെ Sg1
G1 എന്ന് പറയുന്നതിന് ഇവിടെ ഉണ്ടാകുന്ന പോയിന്റ് what is this S5. So S5 minus Sx. So ഈ ഒരു വാല്യൂസ് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു വാല്യൂസ് നിങ്ങൾ അവിടെ എടുത്ത് എഴുതുന്നു. You will get 95% of the dryness fraction in here in this point, first point. So ഒന്നാമത്തെ പോയിന്റിന് ഇവിടെ നിങ്ങൾക്ക് you will get 95% of dryness fraction. അതായത് 95% of നിങ്ങൾക്ക് എന്താ ഡ്രൈ ആയിട്ടുള്ള റെഫ്രിജറന്റ് ആണ് നിങ്ങൾക്ക് ഇവിടെ എത്തുന്നത്. ഓക്കെ, റൈറ്റ്. നൗ അടുത്ത സ്ലൈഡില് ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് x4. സിമിലർലി S3 = S4 എന്നുള്ള വാല്യൂ കൊടുക്കുക. അതിൽ നിന്ന് ദ സെയിം ഫോർമുല അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് 32% കിട്ടുന്നു. x4 എന്ന് പറയുന്ന വാല്യൂ 32%. സോ 32% ഓഫ് ഡ്രൈനെസ്സിലായിരിക്കും ഈ പറഞ്ഞ മാതിരി. അപ്പൊ ബാക്കി 60 എത്രയാണ് വരുന്നത്? 68%ഓളം ലിക്വിഡ് ലൈൻ ആണ് വരുന്നത്, ലിക്വിഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ 32% ഡ്രൈ ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി എവിടെ എത്തുന്നത്? ഫോർത്തിൽ എത്തുന്നത്, അതായത് ഈ ഫോർത്ത് പോയിന്റിലേക്ക് ഇത് എത്തുന്നത് ആക്ച്വലി. ഓക്കെ, നൗ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സിമിലർലി H is equal to HF plus X into HFG. അതിലുള്ള വാല്യൂസ് നമ്മൾ x1ഉം x4ഉം. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നിന്റെ എൻതാൽപി വാല്യൂസ് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ? ആ ടേബിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹിയർ ദേ ആർ നോട്ട് മെൻഷൻ അബൌട്ട് ദ ടേബിൾ ആക്ച്വലി. പക്ഷെ ആ ടേബിൾ നമ്മൾ വരച്ചിട്ടുണ്ടാക്കണം. ആദ്യത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ഉണ്ടായിരുന്ന ടേബിൾസ് യു ഹാവ് ടു ഡ്രോ ഇറ്റ് ആക്ച്വലി. H1ന്റെയും H2ന്റെയും H3ന്റെയും H4ന്റെയും ഒക്കെ വാല്യൂസ് നമ്മൾ അതിൽ ലാസ്റ്റ് മാർക്ക് ചെയ്യണം ആക്ച്വലി. നമുക്ക് ആദ്യം ഏതൊക്കെ വാല്യൂ കിട്ടുക? H2ഉം H3 മാത്രമേ കിട്ടുള്ളൂ. H1ഉം H4ഉം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, റൈറ്റ്. സോ H1 ആൻഡ് H4 നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നു ബൈ യൂസിങ് ദീസ് ഫോർമുല ആക്ച്വലി. ഓക്കെ, സിമിലർ മാനറിൽ നമ്മൾ ആ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അതായത് HFന്റെ വാല്യൂ എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? HFന്റെ വാല്യൂ എന്ന് പറയുന്നത് യെസ് ഹിയർ ആക്ച്വലി H6ലെ വാല്യൂ. ഓക്കെ, H6ന്റെ വാല്യൂ നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഓക്കെ, റൈറ്റ്. ഇനി ആ വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ടേബിളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? H1ഉം H2ന്റെയും രണ്ട് വാല്യൂസ് നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞു. നൗ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വർക്ക് ഓഫ് കംപ്രഷൻ. വാട്ട് ഇസ് കംപ്രഷൻ? H2 minus H1. ഓക്കെ, ആ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ആൻസർ. നൗ ദ വർക്ക് ഓഫ് എക്സ്പാൻഷൻ H3 minus H4. സിമിലർ. അപ്പൊ ആ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ എത്തി 7.79. നൗ നെറ്റ് വർക്ക് എത്രയാണ് കിട്ടുന്നത്? വർക്ക് ഓഫ് കംപ്രഷൻ മൈനസ് വർക്ക് ഓഫ് എക്സ്പാൻഷൻ, ദാറ്റ് ഗീവ്സ് എന്താണ്? ടോട്ടൽ വാല്യൂ കിട്ടും. നിങ്ങൾ ഫോർമുല വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ വാല്യൂ കിട്ടുന്നു. നൗ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എന്താണ്? H1 minus H4. ഓക്കെ, സിമിലർലി യു വിൽ ഗെറ്റ് ദ വാല്യൂ. ഓക്കെ, നൗ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നു. സോ ദിസ് ഇസ് കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്നത് കാർനോട്ടിന്റെ കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് ആണ്. ആ വാല്യൂ നമുക്ക് ഫൈനലി റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ നെറ്റ് വർക്ക് ഡൺ നമ്മൾ കൊടുക്കുന്നു. നമുക്ക് കിട്ടുന്നത് 3.75 ആണ്. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് ആക്ച്വൽ COP തന്നിട്ടുണ്ട്. ആക്ച്വൽ COP എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ എന്താണ്? ഈ തിയറിറ്റിക്കൽ COP. ഓക്കെ, അതായത് നമുക്ക് കിട്ടിയ COP ആയിട്ട് മൾട്ടിപ്ലൈ 70% ആണ് നമുക്ക് കിട്ടിയ ആക്ച്വൽ COP. സോ COP നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫസ്റ്റ് തന്നെ വേറെ രീതി കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇൻ ദ യൂസിങ് ദ ടെമ്പറേച്ചർ ആക്ച്വലി. ടെമ്പറേച്ചർ 1 ഡിവൈഡഡ് ബൈ യെസ്, അതായത് ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ, അതായത് ലോവർ ടെമ്പറേച്ചർ ഡിവൈഡഡ് ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോവർ ടെമ്പറേച്ചർ എന്നുള്ള ഒരു ഫോർമുല ഉണ്ട്. നമ്മൾ കാർനോട്ടിന്റെ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യുന്നത് ആക്ച്വലി. ഓക്കെ, സോ ആ ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് -30 + 273 ഡിവൈഡഡ് ബൈ 35 + 273 മൈനസ് 30 + 273. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലോവർ ടെമ്പറേച്ചർ ആണ് -30 ആണ്, ഹയർ ടെമ്പറേച്ചർ ആണ് 35 ആണ്. സോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 3.74. ഏകദേശം സിമിലർ ആയിട്ടുള്ള സെയിം വാല്യൂ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക ആക്ച്വലി. ഓക്കെ, സിമിലർ ആയിട്ടുള്ള സെയിം വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നു. റൈറ്റ്. നൗ നമുക്ക് ഇനി വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ COP കിട്ടിക്കഴിഞ്ഞു. അപ്പം ഈ രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ COP കണ്ടുപിടിക്കാം. ഓക്കെ, ഒന്ന് 3.75 കിട്ടി, 3.74 കിട്ടി. ഓക്കെ, എന്തായാലും ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. സോ 3.574 മൾട്ടിപ്ലൈഡ് ബൈ 0.7. ഓക്കെ, അത് ആ 0.7 എന്ന് പറയുന്നത് എന്താണ്? 70% ഓഫ് ദി വാല്യൂ ഓഫ് ദി ആക്ച്വൽ, അതായത് തിയറിറ്റിക്കൽ വാല്യൂ ആണ് ആക്ച്വൽ COP എന്ന് പറയുന്നത്. സോ ആക്ച്വൽ COP വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2.617. നൗ ഇവിടെയാണ് ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വരുന്നത്. ഓക്കെ, സോ വാട്ട്സ് ദ ചേഞ്ച് ആക്ച്വലി? Now the work done for bringing 1 ton of refrigeration. Okay, ഒരു 1 ton of refrigeration സമയത്ത് നമുക്ക് വേണ്ട വർക്ക് ഡൺ എന്താ എന്നുള്ളതാണ് ആ ചോദ്യം. അവിടെ ഉണ്ടായിരുന്ന ചോദ്യം, ബിയിലുണ്ടായിരുന്ന ചോദ്യം. സോ ഒരു റെഫ്രിജറേറ്റിംഗ് എഫക്ട് 1 ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര kJ/min ആണ് ഒരു 1 ടൺ എന്ന് പറയുന്നത്? 210 kJ/min ആണ് 1 ടൺ എന്ന് പറയുന്നത്. ഇത് ഓർമ്മിക്കേണ്ട കാര്യമാണ്. 210 kJ/min ആണ് 1 ടൺ എന്ന് പറയുന്നത്. So that divided by the actual COP 2.617. കാരണം നിങ്ങൾക്കറിയാം COP എന്ന് പറഞ്ഞാൽ എന്താണ്? റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ് ആക്ച്വലി.
Okay, so work done കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? Refrigerating effect divided by ഈ ആക്ച്വൽ COP ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 80.24 ആണ് 1 ton കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആക്ച്വൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, ഇനി അടുത്തത് ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് വർക്ക് ഡൺ പ്ലസ് റെഫ്രിജറേറ്റിംഗ് എഫക്ട്. ഈ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഉണ്ടായ ആ ഒരു എഫക്റ്റിൽ ഉണ്ടായ ആ ഒരു എനർജിയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വർക്ക് ഡണും കൂടെ കൂടിച്ചേർന്നതാണ് ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊരു ടോട്ടൽ മിക്സ്ഡ് ആണ് ആക്ച്വലി. അതായത് നമ്മൾ കൊടുക്കുന്ന വർക്ക് പ്ലസ് അതിൽ കിട്ടുന്ന റെഫ്രിജറേറ്റിംഗ് എഫക്ട് എത്രയാണ്, അത് എല്ലാം കൂടെ കൂട്ടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഹീറ്റ് റിജക്റ്റഡ് കിട്ടും. So heat rejected which is equal to 80.24 plus ഈ റെഫ്രിജറേറ്റിംഗ് എഫക്ട് എത്രയാണ് നമുക്കുള്ളത്? 210 ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 290.24. So this is the heat rejected, final heat rejected actually. Okay, right. So this is all about this is the second question actually. Okay, സിമിലർ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ രണ്ട് പ്രോബ്ലംസിലും നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. സെക്കൻഡ് ഈ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? വാട്ട് അബൌട്ട് ഇവിടെ വേറെ ആരുള്ളത് ഇതില്? അമൽ MB. സോ അമൽ MB mic on ചെയ്യും. Yeah, clear. Okay, right. So I hope അമൽ മനസ്സിലായോ ഇത്? Here's an answer here joined. Anyway, okay, leave it. Now, I hope you understand this. I think our yeah, yes, okay. I think നമ്മൾ ടൈം കുറച്ചുകൂടെ എക്സീഡ് ആയി, 12:10 ആയി. അപ്പൊ നമ്മൾ ഒരു 3/4 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. സോ എനിവേ ഐ തിങ്ക് ടുഡേ ദിസ് ഈസ് ഇനഫ് ഫോർ യു ആക്ച്വലി. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് എല്ലാവരും നോക്കുക. അടുത്ത ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ ആൻഡ് വേപ്പർ കംപ്രഷൻ സൈക്കിൾ വി വിൽ ടോക്ക് ലേറ്റർ ആക്ച്വലി. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ഇനഫ് ഫോർ ടുഡേ. ഓക്കെ, എനിവേ ആ ഫോം ഫില്ല് ചെയ്യാൻ ഞാൻ ഫോമിലേക്ക് ഇട്ടുതരാം. ഓക്കെ, റൈറ്റ്.